ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു ചെറിയ വെളുത്തുള്ളി അരിഞ്ഞത്, അതുപോലെ ക്യാരറ്റ്, സബോള കുറച്ച് മതിയാവും കേട്ടോ. പിന്നെ ചിക്കൻ ക്രഷ് ചെയ്തത്, ഒരു പകുതി നാരങ്ങ, ടൊമാറ്റോ സോസ്, പച്ചമുളക്, ബീൻസാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇനിയും വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ. കാബേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. മോന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് നെയ്യിട്ട് അരിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം ഒഴിച്ച്, അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇട്ട് കൊടുക്കാവേ. അതിലോട്ട് പകുതി നാരങ്ങയും കൂടി പിഴിഞ്ഞ് നമ്മുടെ അരിയൊക്കെ ഇവിടെ സെറ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ സബോള, അപ്പോൾ പച്ചമുളക്, ക്യാരറ്റ്, ബീൻസ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് വെന്ത് അത് കുക്കായി വരട്ടെ കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് മല്ലിത്തളയും അതുപോലെ തന്നെ ക്രഷ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ പൊരിച്ച ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വേവിച്ച ചിക്കനാണെങ്കിൽ ഒന്നും കൂടി നല്ലത്. ഇനി കുറച്ച് ടൊമാറ്റോ സോസും ഇട്ട് നമുക്ക് അരിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരിയല്ല, വേവിച്ച് വെച്ച റൈസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയുടെ ഇലയും കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെജ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എൻ്റെ രീതിയിലുള്ള റെസിപ്പിയാണ് കേട്ടോ അത്. ഓരോരുത്തരും ഓരോ രീതിയിലാവും ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ ഇത് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.